വീർ, ഇവനിതോടെ പോയി. വീർ, നീ എന്ത് വിളിച്ചിരിക്കണേ? ഹാത്ത് മേ ക്യാ ക്യാ? എന്താടാ കയ്യില്? മോന്റെ നോക്കട്ടാ. കഷ്ടം. सेठा, वो बिल्डिंग ओनर ने बोला कल दुकान बंद कर देगा. मैं क्या करूं? मेरा काम. അയാൾക്ക് പ്രാന്താടാ. ഈ കട അങ്ങനെ പൊളിപ്പിക്കാൻ പറ്റൊന്നുമില്ല. वो ऐसा बोला था. എടാ നീ എന്തിനാ പേടിക്കണത്? നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിയാക്കൂല. തുമാര ഗാന മേരെ ഘർ പേ പോരെ? मुझे मालूम है सेठा. എന്താണ് മത്തായി ചേട്ടാ, ഒരു ഊർജ്ജം ഇല്ലല്ലോ. എങ്ങനെ ഊർജം വരാനാ? നിനക്കറിയാലോ, ലോട്ടറി അടിച്ചിട്ട് പെരപടയാന്ന് പറഞ്ഞ് പ്ലാനും കൈക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇത്രയും നാൾ ഈ ലോട്ടറി എടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ മറൈൻ ഡ്രൈവിലെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കായിരുന്നു, വിത്ത് സ്വിമ്മിംഗ് പൂള് അറ്റാച്ച്ഡ്. ചേട്ടന് ലോട്ടറി അടിച്ചിരിക്കും അല്ലടാ? അതെ ചേട്ടാ. ആഹാ, ഇവൻ പണി പഠിച്ചല്ല. അതെ, ഞാനെപ്പോഴും ഈ കോടതി കയറി നടക്കല്ലേട്ടാ. കട നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇവനാളുള്ള വിശ്വസിക്കാം. നിന്റെ വിശ്വാസം നിന്നെ പൊറിപ്പിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെയും പൊറിപ്പിക്കട്ടെ. ചേട്ടൻ എടുക്കുന്നേ? എടുക്കാം. അപ്പൊ ഇതെടുക്കാം. ഇതേലും അടിക്കണേ. ഇതേ അടിച്ചിരിക്കും. ഇന്നലെ നമ്മുടെ അന്തോണീസ് പുണ്യാളൻ പറ്റിച്ചെന്നേ. ഓ, ഒക്കെ റെഡിയാണ്. ഒന്നിനും ഒരു പെൻഡിങ് ഇല്ല. അതെനിക്കറിയാലോ, ചേട്ടൻ കടം വെക്കാറില്ല. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ഓ ചേട്ടാ, ഓ അടിച്ചിരിക്കും. അയ്യോ ഡാ, വക്കീലിന്റെ അടുത്ത് പോണല്ലോ. അതെ, മുझे वकील के पास जाना है. क्या? अर्जेंट अर्जेंट. क्यों? क्या ഒന്നും അല്ലടാ, कल കോടതി में केस है ना, जाना है. ये संभाल कर रखो, സൂക്ഷിച്ചു വെക്കണം. പ്രൈസ് മണി ലോട്ടറി, പ്രൈസ് മണി ലോട്ടറി ഉണ്ട്. പ്രൈസ് മണി അടിച്ചാൾ വരും. ദേന ആത്മിക്കോ. ഓക്കെ അല്ലേ? ഓക്കെ. കഴിച്ചോട്ടെ, ഭക്ഷണം കഴിച്ചോ. നോക്കണേ. ഓക്കെ ചേട്ടാ. ഈ അപ്പനിത് ഉറങ്ങാൻ വെച്ചേക്കണാണോ അതോ നാട്ടുകാർ ഉറക്കാതിരിക്കാൻ വെച്ചേക്കണം? ജാൻസി വന്നാ? എന്തേ കാണിക്കണേ? കൊതുകിനെ കൊല്ലണ പിടിച്ചേ. അപ്പനിറങ്ങിയാടി? കിടന്നിട്ട് കുറച്ചേരായി. വേപ്പിച്ച വെള്ളം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? അപ്പന്റെ തീറ്റ കണ്ടപ്പോ എനിക്കും വിശന്നു, ഞാനും കഴിച്ചു. വക്കീലിനെ കണ്ടിട്ട് എന്തായി? ഒന്നും പറയണ്ട, നാളെയാണ് കേസിന്റെ വിധി. എന്താ, എന്തേലും പ്രതീക്ഷയുണ്ടാ? എന്തായാലും നമ്മുടെ വക്കീൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണുണ്ട്. പ്രതിയുടെ പറമ്പിലെ ഉപയോഗത്തിലുള്ള തൊഴുത്തിൽ നിന്ന് വാദിയുടെ പറമ്പിലേക്ക് മലിനജലം വീടെടുത്തെന്നാണ് ഇഞ്ചക്ഷനിലെ പ്രയർ യുവമാണ്. അതുമാത്രമല്ല, ഒരുപാട് തവണ പറഞ്ഞിട്ടും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പ്രതിയുടെ തൽപ്രവൃത്തി തുടർന്നു പോവുകയാണ്. പോലീസിലും എന്റെ കക്ഷി ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. അതുമാത്രമല്ല, എന്റെ കക്ഷിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനം കൂടിയാണ് ആപ്ലിക്കേഷൻ അനുവദിച്ചത്. എന്റെ കക്ഷിക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയാണ്. തന്റെ വക്കീലാണോ? ഫോൺ ബെല്ലടിച്ചതിന് ശിക്ഷ കൊടുത്തേക്കണാണ് മജിസ്ട്രേറ്റ്. 10-15 മിനിറ്റേ അവിടെ കൈയ്യട്ടി നിൽക്കാൻ. കോടതി നിൽക്കുമ്പോഴാണ് ഫോൺ വിളിക്കണത്. ഞാൻ വിചാരിച്ചില്ല വക്കീല് കോടതിയിലാന്ന്. പിന്നെ വക്കീല് കോടതിയിലില്ലാത്ത പിന്നെ കോതമംഗലത്തിൽ പോയെന്ന് വിചാരിച്ച. നീ എന്താ ലേറ്റാ? ഞാൻ വരുന്നൊഴി ചൊവ്വാഴ്ചപ്പള്ളി കയറി. എടാ, കേസ് കിടക്കുന്ന പള്ളിയിലല്ല, കോടതിയിലാണ്. ഈ കേസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കേസാണ്, മനസ്സിലായോ? അയ്യോ, പിന്നെ ഫോൺ എന്റെ പുന്നത് ഓഫ് ചെയ്ത് വെക്ക്. കോടതിയാണ്, പണി കിട്ടും.
ഉഫ്, ഓക്കെ. ഇപ്പൊ പണി കിട്ടിയേനെ. അതെ, കേസിന്റെ കാര്യമല്ല. ഒരു ഡൗട്ടും ഇല്ല, കേസ് നമ്മൾ തോക്കും. ഞാൻ ഗ്യാരണ്ടി. ഇനി എക്സിക്യൂഷന്റെ ഡേറ്റും കൂടെ നമുക്ക് കിട്ടിയാൽ മതി കേട്ടാ, പേടിക്കണ്ട. ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫോൺ ഓൺ ചെയ്യില്ലേ? അതെ, ഓക്കെ. OS 46/2020 അന്യായം. വാദിയായ മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി ഈ കോടതി വിധിക്കുന്നു. അവറാച്ചൻ TPയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം 30/5/2021 മുൻപായി പൊളിച്ചു നീക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ തുടക്കമേ പറഞ്ഞു ഈ കേസ് ജയിക്കൂലെന്ന്. പിന്നെ അതിൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ കേസ് വീണ്ടും ഫോർവേഡ് ചെയ്തത്. എന്തിനാടാ എൻ്റെ കയ്യിലെ കാശ് വെറുതെ? അല്ല, എൻ്റെ ആവശ്യമായിരുന്നല്ലേ. ആ, എടാ ബേബിയെ, ഇതായി കേസിന്റെ കാര്യം. അത് നമ്മ തോറ്റുപോയേട്ടാ. വല്ല നല്ല വക്കീലിനെ വെക്കായിരുന്നില്ലടാ. അതിനൊക്കെ വലിയ കാശ് ചെലവാവൂല ഏട്ടാ. എന്റെ സിവിൽ കേസ് ക്രിമിനലാക്കിയവനാ. കൂറ് മാറിയല്ലടാ. കൂറുമാറിയതല്ല, ഞാൻ പറയുന്നത് കേക്ക്. കേട്ടെ വക്കീലേ, കേസിന്റെ കാര്യം. കേസാ? എന്ത് കേസ്? അത് കഴിഞ്ഞില്ലേ? ഇനി മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് വരും. എന്നാണ് കടയടിച്ച് മാറ്റണമെന്ന് അറിയിച്ചിട്ടുള്ള. വേറെ പോകാൻ വഴിയൊന്നുമില്ലേ? ജില്ലാ കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാം. ഓ വേണ്ട, അതും ചിലവാകും. അതും എൻ്റെ പെടലിക്ക് തന്നെയാണല്ലോ വരുന്നത്. നീ ആദ്യം ഇത്ര നാളും ചെയ്ത എൻ്റെ ഫീസും കിടക്ക്. കാശൊക്കെ ഞാൻ തരാൻ വക്കീലേ. എന്തെങ്കിലും ഒരു പോകാൻ വഴി പറ. എൻ്റെ ഉപജീവനമാർഗ്ഗമല്ല കട. പിന്നെ കടയിട്ട് ഇത്തിരി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണ് ന്യായം. ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു പൊതു ആവശ്യമാണത്. ഇപ്പം അതിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ വസ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അത് അയാൾക്ക് കാശ് കിട്ടും, അത് തന്നെ. അതാ ഞാനും പറഞ്ഞേ. നീ അയാളെ ചെന്ന് കണ്ടിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ ഫീസ് അങ്ങ് തന്നേക്ക്. ചേട്ടനിത് എന്തിൻ്റെ ഭ്രാന്താണ്? അയാളൊരു വ്യാളിയാണ് ഏട്ടാ. അയാൾ ഞാനായിട്ടുള്ള സീൻ എന്താണെന്ന് ചേട്ടൻ അറിയാമല്ലേ. ഇത് അടുക്കള. ഓ, ഇത് കുളിമുറിയും കക്കൂസും. ആണോ? ഇത് പിന്നെ ഞാനേ ഉള്ളു കിടക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളൊക്കെ വന്ന് ഇവിടെ കിടക്കും. നിങ്ങൾ വന്നാലോ? ആ. ഇവിടെ കിടന്നാ മതി. അവിടെ ആ, അത് മതി. ലോട്ടറി ഇന്നടിക്കുന്ന നാളടിക്കും പറഞ്ഞ് കുറെ നാളായിട്ട് പണിക്കൂടി പോകാൻ അതിന് ഒത്തിരി ഒന്നും ആയില്ലല്ലോ. 12 വർഷമല്ലേ ആയുള്ളൂ. ഞാൻ 30 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുക. അന്നേരം അവല് 12 വർഷം. എന്തായി? ഇതെന്താണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഇപ്പോഴാണ് കട തുറക്കുന്നത്. അതെ, രാവിലെ ലോട്ടറി എടുക്കാഞ്ഞിട്ട് എനിക്ക് കൈ എടുത്ത് വിറക്കുക. ഇവന് കട അടച്ചിട്ട് ഇവന് ഇവിടെ പോയി വിളിക്ക്. കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ് ഉള്ള ആ നേപ്പാളി എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ മുങ്ങിയ ഓ, വേണ്ടാതിനെ പറയില്ലടാ, വെറുതെ ഒന്ന് പേടിപ്പിക്കല്ലേ. ഡാ, അവൻ ശരിക്കും മുങ്ങിയതാണോ? കാശ് വല്ലതും പോയാ? ആലോചിക്കാതെ പോയി നോക്കടാ. എടാ, കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ നടപ്പുഴ ഷാപ്പിലെ ബായില്ലേ, മുതലാളിയെ വെട്ടിക്കൊന്ന് കഷ്ണം കഷ്ണമാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് മുങ്ങി. എന്താടാ ബേബി? ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു പൊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, അതിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ആടാ. അതും ഇപ്പൊ കാണുന്നില്ല. അപ്പാ മുങ്ങി തന്നെ. പോലീസിന് വിളി. അവന്റെ ബാഗും കാണുന്നില്ലല്ലോ. എടാ, നീ കിടന്ന് തപ്പ് കളിക്കാതെ പോലീസിനെ വിളിക്ക്. അവൻ വിട്ടുപോകുന്നതിന് മുമ്പ് അവനെ പിടിക്കാം. പോലീസിനെ വിളിക്ക്. ഒരു ലോട്ടറി എടുക്കല്ലേ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ?